ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ മക്കളുടെ 4ാം ക്ലാസ് കഴിയാണില്ലേ? ഇനിയും ഉയർന്ന ക്ലാസ്സുകളിൽ മക്കൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ ദിനാചരണ ക്വിസ് വീഡിയോസ് നൽകുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സുകളൊക്കെ മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവർത്തനം 1, ഇന്ത്യ വൈവിധ്യങ്ങളിലൂടെ. ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ആൻസർ ലഡാക്ക്. പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം. ആൻസർ ഗുജറാത്ത്. ഏറ്റവും ചെറിയ സംസ്ഥാനം. ആൻസർ ഗോവ. തലസ്ഥാനം ന്യൂഡൽഹി. ബി. പരിസരത്ത് നിങ്ങൾ നിരീക്ഷിച്ച ഏതെങ്കിലും 2 പക്ഷികളുടെ വിവരങ്ങൾ എഴുതി ചേർത്ത് താഴെ കൊടുത്തിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക. പക്ഷികൾ: പേര് തത്ത, നിറം പച്ച, ഭക്ഷണം ധാന്യങ്ങൾ, പഴങ്ങൾ. നെക്സ്റ്റ്, പ്രാവ്, നിറം വെള്ള, ഭക്ഷണം ധാന്യങ്ങൾ. നമുക്ക് ഇഷ്ടമുള്ള 2 പക്ഷികളുടെ പേര് എഴുതാട്ടോ. പ്രവർത്തനം 2-ൽ 2A 2B എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. ഒന്നിനു മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2A സൂര്യനു ചുറ്റും. ഭൂമിയുടെ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. അത് 2ാമത്തെ കോളത്തിൽ പരിക്രമണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കോളത്തിൽ ഭ്രമണം എന്ന് എഴുതാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. പരിക്രമണത്തിൻ്റെ താഴെ എന്ത് എഴുതാം? ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റുന്നു. അതിന് താഴെ നൽകിയിട്ടുള്ളത് ഋതുക്കൾ ഉണ്ടാകാൻ കാരണമാകുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കോളത്തിൽ എന്ത് എഴുതാം? രാവും പകലും ഉണ്ടാകുന്നു. നെക്സ്റ്റ് 24 മണിക്കൂർ, അതായത് ഒരു ദിവസം. 365 ദിവസം, അതായത് ഒരു വർഷം. ബി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തി ടിക്ക് ചെയ്യുക. ഓപ്ഷൻ വായിക്കുക. ഭൂമിയെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അടുത്ത പോയിന്റ്, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. നെക്സ്റ്റ്, ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശ വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ. ലാസ്റ്റ്, സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് യുറാനസ്. ആൻസർ 3 ആൻസർ. ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശ വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ. പ്രവർത്തനം 2B, സ്ഥാനം തന്നെ വലുത്. എ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായി കാണുവാൻ കഴിയുന്ന ദിവസത്തിന് പറയുന്ന പേര്. ആൻസർ പൗർണമി, അല്ലെങ്കിൽ വെളുത്തവാവെന്നും പറയാം. ബി. അമാവാസി ദിനത്തിലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. ഈ ചിത്രത്തിൽ എന്തു മാറ്റമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ചിത്രീകരിക്കൂ. അമാവാസിയാണെങ്കിൽ ചിത്രം തെറ്റാണല്ലേ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ചന്ദ്രനാണ് നടുവിൽ. സി. കലണ്ടറിനെ അടിസ്ഥാനമാക്കി പൂരിപ്പിക്കുക. ജനുവരി മുതൽ ഡിസംബർ വരെ ഇംഗ്ലീഷ് കലണ്ടർ. നെക്സ്റ്റ് നൽകിയിട്ടുള്ളത് കൊല്ലവർഷ കലണ്ടറാണ്. ഇതെങ്ങനെ എഴുതാം? ചിങ്ങം മുതൽ കർക്കിടകം വരെ. പ്രവർത്തനം 3, ദിക്കുകൾ അറിയാം. ഉള്ളത് സ്കൂള്, KSRTC ബസ് സ്റ്റാൻഡ്, പോസ്റ്റ് ഓഫീസ്, വീട്. അതിൽ എ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായി ഒരു മരം വരയ്ക്കുക. ഫസ്റ്റിൽ മക്കളിതാ ഇതുപോലെ ദിക്കുകൾ അടയാളപ്പെടുത്തിയാൽ മതി. മക്കൾക്ക് സിമ്പിളാവും കേട്ടോ. ഈ വശത്താണ് മരം വരയ്ക്കേണ്ടത്, കണ്ടല്ലോ. ബി ക്വസ്റ്റ്യൻ, ചിത്രത്തെ അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തി ടിക്ക് ചെയ്യുക. വീടിൻ്റെ വടക്ക് ഭാഗത്താണ് സ്കൂൾ. 2ാമത്തെ പോയിന്റ്, ബസ് സ്റ്റാൻഡിൽ നിന്നും ആദ്യം കിഴക്കു ഭാഗത്തേക്കും പിന്നീട് തെക്കു ഭാഗത്തേക്കും സഞ്ചരിച്ചാൽ വീട്ടിലെത്താം. 3ാമത്തെ പോയിന്റ്, സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്താണ് ബസ് സ്റ്റാൻഡ്. നെക്സ്റ്റ് പോയിന്റ്, പോസ്റ്റ് ഓഫീസിൻ്റെ വടക്കു ഭാഗത്തായാണ് ബസ് സ്റ്റാൻഡ്. ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഇതിൽ 1 ശരിയാണ്, 2 ശരിയാണ്, 3 തെറ്റാണ്, 4 ശരിയാണ്. സി ക്വസ്റ്റ്യൻ, ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ് അഹാന. അവളുടെ ഇടതുകൈ ചൂണ്ടുന്ന ദിക്കേത്? വടക്ക്. പ്രവർത്തനം 4, നമ്മുടെ കേരളം. എ.
താഴെ കൊടുത്തിരിക്കുന്നവ ഏത് ജില്ലയാണെന്ന് കണ്ടെത്തി ഭൂപടത്തിൽ ജില്ലയുടെ പേര് എഴുതുന്ന പ്രവർത്തനം പൂർത്തിയാക്കൂ. 1. വിഴിഞ്ഞം തുറമുഖം. 2. കബനി നദി. 3. അഷ്ടമുടിക്കായൽ. 4. കരിപ്പൂർ വിമാനത്താവളം. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്താണ്. 2. കബനി നദി വയനാട്. 3. അഷ്ടമുടിക്കായൽ കൊല്ലം. 4. കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം. കരിപ്പൂർ വിമാനത്താവളത്തെ നമ്മൾ കോഴിക്കോട് വിമാനത്താവളം എന്നും വിളിക്കാറുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിലല്ല കേട്ടോ. 2025 LSSന് വന്ന ചോദ്യമാണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല. അത് മക്കൾക്ക് പലർക്കും തെറ്റിയിട്ടുണ്ട്. ഈ വർഷമല്ല കേട്ടോ, ഈ വർഷം CM കിഡ്സ് ആണല്ലോ പേര്. കേരളത്തിലെ ഭൂപടത്തിൽ ജില്ലകളുടെ സ്ഥാനം മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. B ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. A. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കണ്ണൂർ. B. കടൽത്തീരമില്ലാത്ത 5 ജില്ലകൾ കേരളത്തിലുണ്ട്. C. കേരളത്തിലാകെ 34 നദികളുണ്ട്. D. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നു. B ശരിയാണ്. D ശരിയാണ്. 2. Bയും Dയും ശരിയാണ്. പ്രവർത്തനം 5. 5A 5B എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. ഒന്നിന് മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 5A വാഹനങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന വാഹനങ്ങളുടെ സഞ്ചാരമാർഗം എഴുതുക. ഇവിടെ 2 കോളം നൽകിയിട്ടുണ്ട്. ഒന്നിൽ വാഹനങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ സഞ്ചാരമാർഗം ജീപ്പ്. ജീപ്പിൻ്റെ സഞ്ചാരമാർഗം റോഡ്. ബോട്ട് ജലം. ഹെലികോപ്റ്റർ ആകാശം. ട്രെയിൻ പാളം റെയിൽപ്പാളം അല്ലേ. ബി. ചിത്രത്തിലെ വാഹനങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം എഴുതുക. കാറ് നൽകിയിട്ടുണ്ട് അല്ലേ. കാർ എന്തിനാണ്? സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ. നെക്സ്റ്റ് ലോറി, ചരക്ക് കൊണ്ടുപോകാൻ. അടുത്തത് ആംബുലൻസാണ് നൽകിയിട്ടുള്ളത്. ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാൻ അല്ലേ, രോഗികൾക്ക് യാത്ര ചെയ്യാനുള്ളതാണ് ആംബുലൻസ്. അടുത്തത് ട്രെയിൻ, യാത്ര ചെയ്യാൻ. സി. ഇതിലൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം ഏതാണ്? ആൻസർ ട്രെയിൻ. പ്രവർത്തനം 5B നമ്മുടെ പ്രദേശം. അനുയോജ്യമായവ തമ്മിൽ വരച്ചു ചേർക്കുക. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് നേരെ ചെയർപേഴ്സൺ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്. നെക്സ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ. ബി ക്വസ്റ്റ്യൻ. അനുയോജ്യമായ ഉത്തരത്തിന് ടിക്ക് അടയാളം ഇടുക. അപ്പുവിൻ്റെ വീടിരിക്കുന്ന പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഒരു പൊതുകിണർ വേണമെന്ന ഈ വാർഡിലുള്ളവരുടെ ആവശ്യം എവിടെയാണ് ചർച്ച ചെയ്യുക? ആൻസർ ഗ്രാമസഭ. സി. നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്ന് എഴുതുക. ഇത് മക്കളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ എഴുതേണ്ടത്. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിൻ്റെ പേര്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ പേര്, അതുപോലെ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ പേര്.